6 പതിറ്റാണ്ട് കണ്ണൂരിലെ മയിൽ എന്ന നാടിനെ ഊട്ടിയ ബൈജു ഹോട്ടൽ ഇനിയില്ല. 14-ാം വയസ്സ് മുതൽ ഈ ഹോട്ടൽ നടത്തുന്ന ഭാസ്കരനും ഭാര്യ ജാനകിയും ഇന്ന് ഹോട്ടൽ പൂട്ടും. ഭക്ഷണത്തിനൊപ്പം സ്നേഹം കൂടി വിളമ്പിയാണ് ബൈജു ഹോട്ടൽ 60 വർഷം പൂർത്തിയാക്കിയത്. കുറച്ച് ബാക്കിയുണ്ടെങ്കിലും ഇയാൾ കൊടുക്കും ചോറ്. അത്ര ഒരു മടക്കൂല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിഷമം ഇവർക്ക് തന്നെയാവും. വന്നിട്ട് വേണമെങ്കിൽ പോവുകയല്ലേ ഇതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്ഥിരം ഇഷ്ടം പോലെ ആൾ വരലുണ്ട്. അതുകൊണ്ട് എവിടെയും പോവുകയും ചെയ്യില്ല നമ്മളൊന്നും. നീണ്ട 60 വർഷം എണ്ണമില്ലാത്തത്രയും വയറുകൾക്ക് വിളമ്പിയ കൈപുണ്യം. കണ്ണൂർ മയ്യിലിലെ ബൈജു ഹോട്ടൽ ഒടുവിൽ പൂട്ടുമ്പോൾ താഴെ വീഴുന്നത് രുചിയുടെ ഒരു കാലത്തിനു കൂടിയാണ്. ഒരു ഊണിന് 1 രൂപ ഉണ്ടായിരുന്ന കാലത്താണ് വേളം സ്വദേശി ഭാസ്കരൻ ഹോട്ടൽ തുടങ്ങുന്നത്. അന്ന് ഈ പേരുണ്ടായിരുന്നില്ല. 13-ഓ 14-ഓ ആയിരുന്നു ഭാസ്കരന്റെ പ്രായം. മയ്യിലിലെ തന്നെ മറ്റൊരു ഹോട്ടലിൽ ജോലി ചെയ്ത ശേഷമാണ് സ്വന്തമായി ഹോട്ടൽ തുടങ്ങുന്നത്. ഊണും പലഹാരങ്ങളും അടക്കം എല്ലാം രുചിയോടെ വെച്ച് വിളമ്പി ആളുകൾ ഭാസ്കരന്റെ രുചി തേടിയെത്തി. അങ്ങനെ ആ ഹോട്ടൽ വളർന്നു. അന്ന് ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സ്കൂളിൽ പോക്കെല്ലാം കുറവാണ്. ഹോട്ടൽ പണിയെടുത്തുമ്പോൾ 1-2 ഹോട്ടൽ, ഒന്ന് മാരാര വീടിയിൽ, വേറെ ഒരു സ്ഥലത്ത്. അങ്ങനെ ചോറിന് 1 രൂപ കുറവാണ്. 1 രൂപയാണ്. പിന്നെ 1 കാലമായി. പിന്നെ ഇപ്പാണ് 60 ഇടി എടുക്കുന്നു. നിർത്തിയിട്ട് ഇനി എന്നാ വെച്ചാൽ ചെറിയൊരു ചായ തുടങ്ങണം എന്നല്ലൊരു ധാരണയില്ല. ഇങ്ങനെ ആള് ആ സ്റ്റാൻഡിൽ ബേസം വന്നപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം നമുക്ക് കിട്ടൂല്ലോ. അതിലും ഖേദിക്കാന്നില്ല. വിവാഹം കഴിഞ്ഞു, മകൻ ജനിച്ചു. മകന് ബൈജു എന്ന് പേരിട്ടു. ഹോട്ടലിനും അതേ പേര് തന്നെ നൽകി. അന്നത്തെ മയ്യിൽ ടൗണിലേക്ക് എത്തിയിരുന്നവരുടെ എല്ലാം ഇഷ്ട ഭക്ഷണശാലയായി ബൈജു. ഇയാൾ ഇത്രയും കൊല്ലമായിട്ട് ഈ ഭാഗത്തൊന്നും ഒരു ഒച്ചപ്പാടോ കാര്യമോ അല്ലെ തന്നില്ല, അങ്ങനെയുള്ള ഒന്നും പറയില്ല. ഉണ്ടെങ്കിൽ വരൂ, കൊടുക്കും. വേറെ കിടപ്പാണ്. പതിവുകാരാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത. ബസ് ജീവനക്കാർ, വ്യാപാരികൾ, പോലീസുകാർ. 60 വർഷത്തോളമായി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെയും കാണാം. സ്ഥിരമായിട്ട് വരാൻ തോന്നിക്കുന്നത് പിന്നെ അതിൻ്റെ രുചി, അത് ആ ആഹാരം നമുക്ക് പിടിക്കാത്ത, ശരീരത്തിന് പിടിക്കാത്ത ഒരു അവസ്ഥയില്ല. എന്തെങ്കിലും ഒരു കുറ്റം അല്ലെങ്കിൽ ഉപ്പതിയായി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം പിന്നെ ഈ ഇദ്ദേഹത്തെ ഭക്ഷണത്തിൽ പറയാനില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് പറയുന്ന കാര്യമാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് വളരെ അപൂർവമായിട്ടുള്ള ഈ 50-60 കൊല്ലൊക്കെയായിട്ട് സ്ഥിരമായിട്ട് ഒരേയാൾ തന്നെ ഹോട്ടൽ നടത്തുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ അപൂർവമാണ്. കഴിഞ്ഞ 10 വർഷമായി ഭാസ്കരനും ഭാര്യ ജാനകിയും മാത്രം ചേർന്നാണ് ഇവിടെ പാചകവും വിളമ്പലുമെല്ലാം. നിലവിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടം വിൽപ്പന നടത്തിയതോടെയാണ് ഭാസ്കരൻ ഇവിടെ നിന്നൊഴിയുന്നത്. എങ്കിലും ഭക്ഷണം വിളമ്പുന്നത് നിർത്താൻ ആഗ്രഹമില്ല. ചെറിയൊരു ചായക്കട തുടങ്ങാൻ പദ്ധതിയുണ്ട്. ഒരണയിൽ തുടങ്ങിയ വാടക 5000-ആയി. ഊണിന്റെ വില 1 രൂപയിൽ നിന്ന് 60-ആയി. വിറകടുപ്പിന്റെ തീയിൽ പാകം ചെയ്തെടുത്ത രുചി മാത്രം പക്ഷേ ഇവിടെ മാറിയില്ല. ഭാസ്കരനും ജാനകിയും ഇന്ന് രാത്രി എന്നേക്കുമായി കടയടയ്ക്കുകയാണ്. മയിലുകാർക്കിനി ആ രുചിക്കാലത്തിന്റെ ഓർമ്മകൾ മാത്രം ബാക്കി. ഭാസ്കരേട്ടൻ വിളമ്പുന്നത് അച്ചാറാണെങ്കിൽ പോലും അത് മതി ചോറ് കഴിക്കാൻ എന്നാണ് ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പറയുക. 60 ആണ്ട് കൈപുണ്യം കൊണ്ട് ഭാസ്കരേട്ടൻ വിളമ്പിയത് എന്തെന്ന് ചോദിച്ചാൽ ആ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ കടയ്ക്കാണ് ഇപ്പോൾ ഭാസ്കരേട്ടൻ പൂട്ടിടുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.